മോളെ അന്വേഷിച്ച് വരാൻ കാരണക്കാരാരാണെന്നറിയോ? ആരാ? മോനെ പവി, എന്നിട്ട് കയറി വാടാ, കയറി വാ. എൻ്റെ മോള് നിന്നെ ഒന്ന് കാണട്ടെ. പവി, നീയാ? അതെ മോളെ, യവനുണ്ടല്ലോ നല്ലൊരു ചെത്ത് പയ്യനവൻ. യവനെ കെട്ടുന്നവളുണ്ടല്ലോ ഭാഗ്യവതിയാ, പുണ്യം ചെയ്ത ഭാഗ്യവതി. പ്ലീസ് ചേട്ടാ പ്ലീസ്, എനിക്കിങ്ങനെ പൊക്കി പറയുന്നത് ഇഷ്ടമാണ്, എന്നാലത് വേണ്ട. ഞാൻ പറയും സത്യമല്ലേ? കുറച്ച് മതി. ചാരുവിന് ആരും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ ഈ അന്വേഷണ പരമ്പര. Now I succeed in my life. കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് കണ്ടോ? Yeah. ഇതുപോലെ ഒരു നല്ല ചെത്തി ചെറുക്കനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, സത്യം. ചേട്ടാ പ്ലീസ്, ഞാൻ നേരത്തെ പറഞ്ഞു എന്നെ ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാലും ചാരുവിന് വേണ്ടിയാകുമ്പോൾ ഞാനത് ഭയങ്കര സന്തോഷത്തോടെ ചെയ്യും ചേട്ടാ. ചേട്ടാ പറ, ചാരു പറ, വേണമെങ്കിൽ നിങ്ങളുടെ അമ്മ അച്ഛനെ ഞാൻ ഈ നിമിഷം നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി തരും. ഞാൻ അവരെ ചത്തു എന്നല്ല കുറച്ച് നേരത്തെ കഥ പറഞ്ഞത്. അല്ല, മരിച്ചു പോയെന്നല്ല ഞാൻ. മരിച്ചു പോയില്ലായിരുന്നെങ്കിൽ പോകുന്നതിന് മുന്നേ ഞാൻ കൊണ്ട് നിർത്തുമായിരുന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ബ്രില്യൻ. അവൻ്റെ മനസ്സ് കണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അവനെ കിട്ടുന്ന പെണ്ണുണ്ടല്ലോ, ഭാഗ്യവതി. ഹലോ സത്യം ബ്രോ. ചേട്ടൻ എന്താ ഇവിടെ? കൊച്ച് എന്തിവിടെ? ഞാൻ ഇവിടെ താമസിക്കുന്നേ. എന്റെ വീടാ ഇത്. ഞാൻ രാവിലെ പറഞ്ഞ ചാരുല്ലേ, ആ ചാരുവാണ് ഈ ചാരു. അതാണ് ഈ ചാരു. ഹായ് ചാരു, നൈസ് ടു മീറ്റ് യു. നിനക്ക് ഇയാൾ അറിയൂ? നമ്മുടെ മറ്റേ ബിനു പോലീസിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞാൻ ഈ പുള്ളി ഏൽപ്പിച്ചത്. ഓ, അപ്പൊ അതേ കൊട്ടേഷനാണ് ഇവൻ ചേട്ടനും തന്നത് അല്ലേ? ഇവിടെ നാണുണ്ടോ നിനക്ക്? ആരും പേടിക്കണ്ട, ഞാൻ എത്തിക്കഴിഞ്ഞു. നീ പെണ്ണുങ്ങളെ ഉദരയിക്കുള്ളടാ കേട്ടെ. എന്റെ ചാരുവിന്റെ ദേഹത്ത് കൈവച്ചാ നിന്റെ കൈ ഞാൻ വെട്ടും. അതെ, ഒരു മിനിറ്റ്. ഈ ഡയലോഗുകൾ എൻ്റെ അടുത്ത് പറയേണ്ട കാര്യം എന്ത്? നിങ്ങൾക്കുള്ള കൊട്ടേഷൻ ഇവിടെ അല്ല, അത് വേറെ സ്ഥലത്താണ്. ഇനിയും കൊട്ടേഷനാ? അതേത് കൊട്ടേഷൻ? അതെ മോളെ, ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പൊ ചുമ്മാ കാര്യം പറയട്ടെ. ഇയാൾ കെട്ടാമെന്ന് പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 2000 രൂപയ്ക്ക് ഒരു കൊട്ടേഷൻ തന്നു. അതിവിടെ അല്ല, അത് വേറെ എവിടെയാണ്. എടാ വേന്ദ്ര, അപ്പൊ നീയും കൊടുത്തില്ലേ കൊട്ടേഷൻ? എന്നാ വേറെ എവിടെ അല്ലേ, ഇവിടെ തന്നെ. ഈ ഇതാണ് കൊച്ച്. ഷേടാ, ഈ കൊച്ചാ? ഒരു കൊച്ചിന് 3 കൊട്ടേഷനാ? ഇതെന്തോന്നടാ ഇത്? അല്ല, ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുക. നിങ്ങൾക്ക് കേട്ട ഈ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ ലോകത്തിൽ? ചോദിക്കട്ടാ, അങ്ങനെ തന്നെ ചോദിക്കും. ഞാൻ മാത്രമുള്ള മോളെ വേറെ ഒന്നും കൊണ്ട് പേടിക്കണ്ട. മോളൊരു കാര്യം ചെയ്യും, ഒരു 1000 രൂപ എനിക്ക് താ. ഈ 2 എണ്ണത്തിന്റെ കാര്യേ സത്യേട്ട ഏറ്റ്. അതിനു മുമ്പ് നീ എന്റെ വാങ്ങിച്ച പൈസ കേട്ടാ. എന്തിന്? നീ എന്റെ പ്ലാൻ അടപടെല്ലാം പൊളിച്ചില്ലേ? ഇനി പൈസ പ്ലാന് പൊളിഞ്ഞെങ്കിലാ നിങ്ങൾ കാരണം തന്നെ. ഇനി ഒരു ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇതൊന്നും സുമ്മാ ഹോപ്പിക്കൊക്കെ പണ്ണല്ലേ, 100% പ്രൊഫഷണൽ. മനസ്സിലായോ? പൈസ തരാൻ പറ്റൂല, മാറുക. നിന്നെ കൊണ്ടുപോകാൻ ചെരുപ്പ്.